Good morning, students. Today we will see about event handling using window listeners. So, window listeners are interfaces which listens for the window events. So, we will see a program for this. Okay, I have a program for this. Okay, so I have imported the AWT package and the event package. Okay, so I have two packages. One is for graphical package, another is for event handling, and the class wind. In that I have defined frame, panel, button, text field. And inside that I have this frame equal to new frame, P1 equal to new panel, button equal to new button, click, text box equal to new text field 10. So we have 4 components under frame, panel, button and text field. അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് സൈസ് കൊടുത്തു, സെറ്റ് വിസിബിൾ കൊടുത്തു. ദെൻ ഈ 3 ലൈൻസ് എന്താണ്? ഈ 3 ലൈൻസ് വി ആർ ബൈൻഡിങ് ദ event handling class to the button and frame. ഇവിടെ നോക്കുക, b1 dot add action listener w2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് we are binding the action listener to the button and we are binding the window listener to the frame. We are binding the window listener to the frame and action listener to the button. താഴെ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. ഇനി എൻ്റെ ഈവൻ ഹാൻഡ്ലിംഗ് ക്ലാസ് നോക്കുക. ഈവൻ ഹാൻഡ്ലിംഗ് ക്ലാസ്സിനകത്ത് നോക്കി ക്ലാസ് വിൻഡോ 1 എക്സ്റ്റെൻസ് വിൻഡോ അഡാപ്റ്റർ ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ. ഇല്ല ശ്രദ്ധിക്കുക, അതായത് വിൻഡോ അഡാപ്റ്റർ ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ എന്ന് പറയുമ്പോൾ എന്താണ്? വിൻഡോ അഡാപ്റ്റർ എന്നൊരു ക്ലാസ്സാണ്. വിൻഡോ ലിസണർ എന്നൊരു ഇൻ്റർഫേസ് ഉണ്ട്. ആ ഇൻ്റർഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ്സാണ് വിൻഡോ അഡാപ്റ്റർ എന്നുള്ളത്. സോ സിൻസ് അവർ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ഹാൻഡിൽ 2 events, 2 ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നുണ്ട്. I am implementing it from action listener and I am extending it from window adapter. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ആക്ഷൻ ലിസണറിനകത്ത് ഐ ഹാവ് ഓൺലി വൺ ഫംഗ്ഷൻ കോൾഡ് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്. അപ്പോൾ ഞാനിപ്പോൾ ലിസണേഴ്സ് ആണെങ്കിൽ ഇൻ്റർഫേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻ്റർഫേസിനകത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീഡിഫൈൻ ഓൾ ദി അതർ ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ 5-6 ഫംഗ്ഷനുള്ള ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ അതിനകത്ത് ലിസണർ ആണെങ്കിൽ അതിനകത്ത് എനിക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ മാത്രം ആവശ്യമുള്ളെങ്കിലും ഐ ഹാവ് ടു റീഡിഫൈൻ ഓൾ ദി അതർ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസിനും ഡെഫിനിഷൻ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? വിൻഡോ ലിസണർ എന്നുള്ള ഇൻ്റർഫേസിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ വിൻഡോ ഓപ്പൺഡ്, വിൻഡോ ക്ലോസിങ്, വിൻഡോ ക്ലോസ്ഡ്, വിൻഡോ ഐക്കോണിഫൈഡ്, വിൻഡോ ഡീഐക്കണിഫൈഡ്, വിൻഡോ ആക്ടിവേറ്റഡ്, വിൻഡോ ഡീആക്ടിവേറ്റഡ്, അങ്ങനെ 7 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്റ്റെൻസ് വിൻഡോ അഡാപ്റ്ററിന് പകരം ഞാൻ ഇംപ്ലിമെൻറ്റ്സ് വിൻഡോ ലിസണർ എന്ന് കൊടുത്താൽ എനിക്ക് വിൻഡോ ലിസണറിനുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് ആവശ്യമുള്ളെങ്കിൽ പോലും ഐ ഹാവ് ടു റീഡിഫൈൻ ഓൾ ദി അതർ 6 മെമ്പർ ഫങ്ഷൻസ്. എങ്കിൽ മാത്രമേ എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജാവ പ്രൊവൈഡ്സ് എ additional class called adapter, window adapter, in order to handle this type of situations. അപ്പോൾ നമുക്ക് ക്ലാസ് വിൻഡോ 1 എക്സ്റ്റെൻസ് വിൻഡോ അഡാപ്റ്റർ ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ എന്ന് പറയുമ്പോൾ ഐ ആം ഇംപ്ലിമെൻറ്റിംഗ് ഇറ്റ് ഫ്രം ദി ആക്ഷൻ ലിസണർ ആൻഡ് ഐ ആം എക്സ്റ്റെൻഡിങ് ഇറ്റ് ഫ്രം ദി വിൻഡോ അഡാപ്റ്റർ. എന്നിട്ട് പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ഇവൻറ്റ് ഇ. ഇതെന്താണ്? ഇത് നമ്മുടെ ആക്ഷൻ ലിസണറിനകത്തുള്ള മെത്തേഡാണ്. So this method is used for handling click events. എന്നിട്ടിപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? b1 dot add action listener w2. അതായത് this click is bound on the component b2 b1. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? പബ്ലിക് വോയിഡ് വിൻഡോ ക്ലോസിങ്. അതായത് വിൻഡോ ക്ലോസിങ് എന്നൊരു മെത്തേഡ് ഞാൻ എന്ത് ചെയ്യുന്നു? വിൻഡോ ക്ലോസിങ് എന്നൊരു മെത്തേഡ് I am using with even window event r. Window event വെച്ചിട്ട്
ഒരു മെത്തേഡ് ഉപയോഗിച്ചു. ഇതുപോലെ വിൻഡോ ഓപ്പണിംഗ് ഉണ്ട്, വിൻഡോ ഓപ്പൺഡ് ഉണ്ട്, വിൻഡോ ക്ലോസ്ഡ് ഉണ്ട്, വിൻഡോ ആക്ടിവേറ്റഡ് ഉണ്ട്, വിൻഡോ ഡീആക്ടിവേറ്റ്. നമുക്കറിയാം ആക്ടിവേഷൻ ഡീആക്ടിവേഷൻ അറിയാം. ഫോക്കസ് വരിക, ഫോക്കസ് പോവുക വിൻഡോയ്ക്കകത്ത്. വിൻഡോ ആക്ടിവേഷൻ ആക്ടിവേറ്റഡ്, വിൻഡോ ഡീആക്ടിവേറ്റഡ്, വിൻഡോ ഐക്കോണിഫൈഡ് മിനിമൈസിംഗ് ആണ്, വിൻഡോ ഡീഐക്കോണിഫൈഡ് മാക്സിമൈസിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈവൻസ് ആണ്. ഓൾ ദീസ് ഈവൻസ് ക്യാൻ ബി ഹാൻഡിൽ യൂസിങ് ദീസ് ഫങ്ഷൻസ്. ഇവിടെ ഞങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ഹാവ് ഗിവൺ വിൻഡോ ക്ലോസിംഗ്. അപ്പോൾ വിൻഡോ ക്ലോസിംഗ് സമയത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ ഹായ് വരുന്നത് കാണാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് കൊടുത്തുള്ളൂ. യു ക്യാൻ ഡിലീറ്റ് ദാറ്റ്. അവിടെ ഐ ഹാവ് ഗിവൺ ടു ക്ലോസ് ദി പ്രോഗ്രാം. പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് system.exit0. ഓക്കെ, പബ്ലിക് വോയിഡ് വിൻഡോ ക്ലോസിംഗ് വിൻഡോ ഇവൻറ്റ് ആർ system.exit0 is the code for stopping the program, and I am binding this to the frame f1.add window listener w2. അതായത് ഈ വിൻഡോ ക്ലോസിംഗ് എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ ഈ വിൻഡോ 1 എന്ന ക്ലാസ്സിനകത്തുള്ള വിൻഡോയിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡുകൾ എവിടെ വർക്ക് ചെയ്യണം? ഫ്രെയിമിൽ വർക്ക് ചെയ്യണം. f1.add window listener. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വിൻഡോ അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിലും ദ മെത്തേഡ് നെയിം ഈസ് ആഡ് വിൻഡോ ലിസണർ. അപ്പോൾ ലിസണേഴ്സാണ് ശരിക്കും വിൻഡോ ഹാൻഡ്ലിംഗ് ഇൻ്റർഫേസിൽ ലിസണേഴ്സാണ്. അതുകൊണ്ട് തന്നെ എന്താണ് f1.add window adapter എന്നല്ല, f1.add window listener is the method name for binding the class to the corresponding component. Okay, അപ്പോൾ this program contains we have handled two events. One is window adapter ഉപയോഗിച്ചിട്ടുള്ള ഒരു വിൻഡോ ഇവൻറ്റും അതുപോലെ ആക്ഷൻ ലിസണർ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു ഇവൻറ്റ്. ഓക്കെ, ഇത് കമ്പൈൽ ചെയ്യാം. ആപ്ലിക്കേഷൻ ആക്സസറീസ് application accessories, then terminal. We will compile this cd running classes cd java classes. Okay, I will combine java c win.java. Okay, java win. നമുക്ക് വിൻഡോ കിട്ടി. വിൻഡോയ്ക്കകത്ത് ക്ലിക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യും. അത് ക്ലോസിങ് കൊടുക്കുമ്പോൾ വിൻഡോ ക്ലോസിങ് വർക്ക് ചെയ്യും. ബിക്കോസ് ഐ ഹാവ് ഗിവൺ ദ കോഡ് ഫോർ സ്റ്റോപ്പിംഗ് ദ പ്രോഗ്രാം ആസ് system.exit0. അപ്പോൾ രണ്ട് ഈവൻറ്റുകൾ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. ഇതുപോലെ നമുക്ക് എന്താണ് പല ഈവൻറ്റുകൾ വി ക്യാൻ ഗോ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈവൻറ്റ്സ്. ഐറ്റം ഈവൻ്റ് ഉണ്ട്, വി ക്യാൻ ഗോ ഫോർ മെനൂസ്. അപ്പോൾ അങ്ങനെ നമുക്ക് I will show you in the next class I will show you which are the classes used for handling these events. Okay, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് we can develop mini projects or projects for in Java. അപ്പോൾ you need to understand that we can handle different type of events by using different type of interfaces. Okay, thank you.